ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ. അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക
ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. ഇന്നു നിങ്ങൾ എന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങൾ എന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം
കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആത്മനാഥനേശുവിന്റെ മധുരനാദം ശ്രവിക്കുവാൻ ആശയോടെ തിരുമുൻപിൽ അണഞ്ഞിടും ഞാൻ. ഇന്നു നിങ്ങളെന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദുഃഖമെല്ലാം അകറ്റി നിങ്ങൾ ശാന്തി നേടുവിൻ. ആത്മാവിൻ വരങ്ങളാലെ ശക്തരാകുവിൻ. ദുഃഖമെല്ലാം അകറ്റി നിങ്ങൾ ശാന്തി നേടുവിൻ. ആത്മാവിൻ വരങ്ങളാലെ ശക്തരാകുവിൻ. തിരുഹിതം മോദമായി നിറവേറ്റുവിൻ. തിരുമുൻപിൽ ധന്യരായി ജീവിക്കുവിൻ. ഇന്നു നിങ്ങളെന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങളെന്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ. തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ. തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. പച്ചപ്പുൽ തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ. തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. എൻ പ്രാണനു ശീതളമാകും തിരുനാമമതോർമ്മിച്ചെന്നെ. എൻ പ്രാണനു ശീതളമാകും തിരുനാമമതോർമ്മിച്ചെന്നെ. നേർവഴിയിൽ തന്നെ നയിപ്പൂ കുറവേതുമെനിക്കില്ലതിനാൽ. നേർവഴിയിൽ തന്നെ നയിപ്പൂ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലോരിടയൻ വത്സലനാം നായകനും താൻ. തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലോരിടയൻ
വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നേ കുറവേതുമെനിക്കില്ലതിനാൽ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. ധന്യമായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെ. സ്വർഗമാകുന്ന അവസരത്തേക്ക് ദൈവത്തിന്റെ വലതുഭാഗത്ത് അണിനിരക്കുവാൻ യാത്രയായിരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനും സുപരിചിതനുമായ ജോയിച്ചേട്ടനെ നമുക്ക് യാത്രയാക്കാം. ഇടവകയാകുന്ന വലിയ കുടുംബത്തിൽ നിന്നും ഒരു കുടുംബാംഗം ഇന്ന് വേർപെട്ടു പോകുമ്പോൾ ജോയിച്ചേട്ടന്റെ ഈ കുടുംബത്തിനും ഏറെ ദുഃഖമുണ്ട്, നമുക്കേവർക്കും വേദനയുണ്ട്. പ്രിയപ്പെട്ട പിതാവും അതോടൊപ്പം മാതാപിതാക്കളും സ്വന്തം ഭാര്യയും മേരി ചേച്ചിയും മക്കളും എല്ലാവരും വേദനയിൽ ആയിരിക്കുന്ന ഈ അവസരത്തിൽ ഇവരുടെ ഈ വേദനയ്ക്ക് ആശ്വാസം ദൈവം തന്നെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോയിച്ചേട്ടൻ്റെ ജീവിതകാലമൊക്കെയും ചെയ്ത സൽകൃത്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഈ ജീവിത അവസാനം സ്വർഗരാജ്യത്തിൽ അദ്ദേഹത്തിന് നേടിക്കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തിരുസഭയുടെ ഔദ്യോഗികമായ ഈ പ്രാർത്ഥനയിൽ കുടുംബാംഗങ്ങളായ നമുക്ക് ഏവർക്കും ഒന്നുചേർന്ന് ഭക്തിപൂർവം വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി നമുക്ക് ജോയിച്ചേട്ടന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് അതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിച്ചവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരും എനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിലക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയും
കഴിയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വലത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടിയായിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജോയിച്ചേട്ടയുടെ നിര്യാണത്തിന് ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന മലയമുണ്ടയ്ക്കൽ കുടുംബാംഗങ്ങളെ, ജോയിച്ചേട്ടന്റെ ഭാര്യ മേരി ചേച്ചി, ആശ, അജിത, പ്രിയപ്പെട്ട ബന്ധു മിത്രാദികളെ, ജോയിച്ചേട്ടൻ എന്ന് നമ്മുടെ ഇടയിൽ നിന്ന് യാത്രയാകുമ്പോൾ ഈ കുടുംബാംഗങ്ങൾക്കുള്ള ദുഃഖം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ വയ്യാത്ത വിധത്തിലാണെന്ന് നമുക്കറിയാം. ഇന്ന് ദൈവസന്നിധിയിലേക്ക് ജോയിച്ചേട്ടൻ യാത്രയാകുമ്പോൾ ജോയിച്ചേട്ടന് വേണ്ടിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഒരു അവസരമായി നമുക്കിത് നൽകിയിരിക്കുകയാണ്. ഈശോയ്ക്ക് പെസഹ ഒരുക്കുവാനായിട്ട് ശിഷ്യന്മാരെ അവിടുന്ന് അയക്കുമ്പോൾ രണ്ട് സ്ലീഹന്മാരെ ദൈവം അയച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അവിടെ ഒരു കഴുതയെയും കഴുതക്കുട്ടിയിരിക്കുകയും കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരിക. ഇതെന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറയണം. സ്നേഹമുള്ളവരെ, പിന്നീട് ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ദൈവം എഴുന്നള്ളുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ ഒരു കഴുതക്കുട്ടിക്കും അവിടെ ഭാഗ്യം ലഭിക്കുകയാണ്. ഇന്ന് ജോയി ചേട്ടൻ നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിയുമ്പോൾ
നമ്മുടെ മനസ്സിലും ഒരുപക്ഷെ ഈ ചോദ്യമുണ്ടാകും, എന്തേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്രകാരം പെരുമാറുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ: ദൈവത്തിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്. അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ, ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ലഭിക്കുമ്പോൾ അവന്റെ മഹത്വത്തിൽ അവനോട് കൂടെ ആയിരിക്കുവാൻ, ദൈവത്തോട് ഒത്ത സ്വർഗരാജ്യത്തിൽ ആയിരിക്കുവാൻ ഇന്ന് ദൈവത്തിന് ജോയി ചേട്ടായെ കൊണ്ടും ഉണ്ടായിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കൊന്നു ചേർന്ന് ഈ ഒരു കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ജോയി ചേട്ടാ ഏറെ സ്നേഹിച്ചിരുന്ന മേരി ചേച്ചിയെയും 2 മക്കളെയും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിലൂടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും ദൈവം നൽകിയ വലിയ നന്മകളെ നമുക്ക് ഓർക്കാം. ഒപ്പം ഈ കുടുംബനാഥൻ എന്ന നിലയിൽ ജോയി ചേട്ടൻ തന്റെ ജീവിതത്തിൽ നിർവഹിച്ചിട്ടുള്ള എല്ലാ കർത്തവ്യങ്ങളും അത് ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് ജോയി ചേട്ടൻ മനസ്സ് കാണിച്ചു. ദൈവം ഇന്ന് നീതിയുടെ കിരീടം അദ്ദേഹത്തെ അണിയിക്കുകയാണ്. ഒപ്പം ജോയി ചേട്ടന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനും ദൈവത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുവാനും ദൈവം ജോയി ചേട്ടന് നൽകിയ ജീവിത പങ്കാളിയെയും ദൈവം അവർക്ക് ദാനമായി കൊടുത്ത 2 മക്കളെയും 3 മക്കളെയും നമുക്ക് സ്നേഹത്തോടെ നമുക്ക് ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഈശോ മിശിഹ മരിച്ച് മടിയിൽ കിടക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത് പോലെ മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കിന്ന് ജോയി ചേട്ടനെ നമുക്ക് യാത്രയാക്കാം. ദൈവത്തിന്റെ തിരുമുൻപിൽ ഏറ്റവും സ്വീകാര്യനാകുവാൻ, തന്റെ കുറ്റങ്ങളും കുറവുകളും ദൈവത്തിന്റെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി അവിടുത്തെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ നമുക്കൊന്നു ചേർന്ന് ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നിത്യജീവിതത്തിലേക്ക് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ, ദൈവത്തിന്റെ കരുണയിലൂടെ ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെടുവാൻ, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഒരാളുണ്ട് എന്ന വലിയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ,
കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ ഭവനത്തോടും ഭവനാംഗങ്ങളോടും അന്തിമമായി യാത്ര പറഞ്ഞ് ഇടവക ദേവാലയത്തിലേക്ക് പോകുന്ന ജോയിച്ചേട്ടനെ നമുക്കൊന്നു ചേർന്ന് യാത്രയാക്കാം. വിലാപയാത്രയിലുടനീളം എല്ലാവരും ഭക്തിപുരസ്സരം ജോയിച്ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ പരിശ്രമിക്കുക. മൃതശരീരം ആംബുലൻസിൽ എടുക്കപ്പെടുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ
വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
ആരെങ്കിലും അന്തിമോപചാരം അർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സമയം ഇപ്പോൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കഴിയും. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈശോ മുതലാലവർക്കും ജീവനവോ ശരണവും അല്ലീട. ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലായിരിക്കും അഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർക്ക് കാലത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും. ഹൃദയ വിളിക്കും ജീവനവർക്കേകും. താതനുമേവം സുതരം ബ്രഹ്മാക്യം കീർത്തനമെന്നും ഞങ്ങളയക്കുന്നു. സത്യവിശ്വാസത്തോടെ ലോകത്ത് പോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതകാല സങ്കല്പങ്ങളാൽ ദൈവത്തെ പ്രസാദം ചെയ്യാതെ ദൈവം തീരുമാനമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർത്തുകയും നല്ലവർക്ക് സമൃദ്ധായി നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും മാതാവായ പ്രാർത്ഥനയാലും വിശുദ്ധ അവരോടുകൂടെ യാതൊരു ഭാഗത്ത് നിർമ്മാണാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആകാശത്തിന്റെ ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെ മൃതന്റെ നാഥനും വിശുദ്ധാത്മാവുമായി ശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പുദാസകളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചൊരിയുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും മനശേഷിയാക്കുകയും ദൈവം വാഴ്ത്തപ്പെടാനാകട്ടെ. ഉൾക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും
നൈരാസ്യമോടെ വിലപിക്കരുതേ. അതിരുകളില്ലാതെ ജീവിത സാമ്രാജ്യം വ്യാമോഹമോടെ നീ കൂട്ടിവെച്ചു. അതിരുകളില്ലാതെ ജീവിത സാമ്രാജ്യം വ്യാമോഹമോടെ നീ കൂട്ടിവെച്ചു. മറുവിളി കേട്ടു നീ മടങ്ങും വേളയിൽ നേടിയതെല്ലാം ശൂന്യമല്ലേ മനുഷ്യ, കൂടി വരികയൊന്നും. ഒരു പിടി മണ്ണിൽ നിന്ന് തുടക്കം, എങ്ങോ ആറടി മണ്ണിലേക്കു മടക്കം. സുഖഭോഗങ്ങൾ തൻ ഇടനാഴികളിൽ മനുഷ്യ അലയുവതെന്തിനു വേണ്ടി? കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ വന്നവരെയാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ ശ്രമം കൊള്ളുന്ന കവടം എത്രയും മനോഹരമാകുന്നു. വിശുദ്ധമായാൽ മന്ത്രിതവും കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധത്താഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെയും ശ്രമം നൽകേണ്ടിക്കപ്പെടും. നീ പ്രവർത്തിക്കണമേ. ജീവനെ മനത്തിനെ നാഥനും ദാമോദരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സകലത്തിനെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകളത്തിന് ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവനെ മനത്തിനെ നാഥനും ദാമോദരനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഈ സമയം കുന്തിരിക്കമിട്ട് മൃതശരീരത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള അവസരമുണ്ട്. 2 ലൈനായിട്ട് സ്ത്രീകളും പുരുഷന്മാരും 2 ലൈനായിട്ട് മുൻപോട്ട് കടന്നു വന്ന് അന്തിമോപചാരം അർപ്പിച്ച് 2 സൈഡിലേക്ക് തിരിച്ചു പോവുക. പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണിയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും. ആകാശവും ഭൂമിയിൽ നിന്നെ കാണുന്നു. ആകാശഭൂമി ഭൂതലവും
താവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസം. അവരാലിന്റെ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ വരാൻ നിൽക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമങ്ങൾ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുവാമേ തിരുമോചിതനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പ്രതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലഹമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഇനി ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യന് ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. വരിക നിനക്കായി ആദ്യം മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുഷ്യനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. ദൈവമേ, എന്റെ പാവങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മഠത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീകനാപുരം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഏർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ മഹനീയമായ ജീവനം നൽകി സദുരാജ്യമാകുന്ന വത്സലയത്തേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടു പോയ മനുഷ്യരുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തെ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ പ്രിയപ്പെട്ട ജോയിച്ചത്തിന്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ബന്ധുമിത്രാദികൾക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇടവക ജനങ്ങൾക്കും ഈ കുടുംബത്തിന്റെ പേരിലുള്ള മലയമുണ്ടക്കൽ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷ നടത്തിയതിനു ശേഷം പള്ളിയിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണെന്നും ഓർമ്മിപ്പിക്കുന്നു. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി.